പാർട്ട് 2 ചെയ്യാണ്. ഒരു കാര്യം പറയാ, എന്തുണ്ടായാലും എല്ലാരും ഒരുമിച്ച് നിൽക്കണം. എന്താ ഈ ബിൽഡിംഗ് ആണ്. നമുക്കൊരു ഓജോ ബോർഡ് ഇവിടെ സെറ്റ് ചെയ്താലോ? ചെറുതായിട്ട് വേണ്ട വേണ്ട വേണ്ട. പക്ഷേ ഇത് സീരിയസ് ആണ്. ഇത് സംസാരിക്കുന്ന ഞാൻ അപ്ഡേറ്റ് ചെയ്യണ കാര്യങ്ങള്. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ പാർട്ട് 2 ചെയ്യാണ്. ഒരുപാട് ആയി വിചാരിക്കുന്നത് പാർട്ട് 2 വേണം. പക്ഷെ അന്നത്തെ തന്നെ കുറച്ച് പേടിച്ചുകൊണ്ടായിരുന്നു ചെയ്യാന്ന്. പക്ഷെ ഇപ്രാവശ്യം നമ്മളെല്ലാം ചെയ്യാ വിചാരിച്ച് വന്ന് അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കാടിൻ്റെ നടുവിലാണ് ഗൈസ്. ഡാർക്കായി ഇപ്പോൾ ഒരു 10-10:30 ആയിട്ടോ ഗൈസ്. 10-10:30 അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം ഒറ്റ എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല. നമ്മളെ കൂടെ 2 പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വന്നവരുണ്ട്. ബാ ടോം, ഒരു ഹായ് കൊടുത്തോളൂ. ചെവിലൊക്കെ പോലെ ഇരുട്ടായിട്ട് ഗൈസ്. ബ്രോ ഹായ് കൊടുത്തോളൂ. അപ്പൊ നമ്മള് 2 പേരായിരുന്നു കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു, അല്ല 3 പേരായിരുന്നു അല്ലേ? നമ്മള് എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? കുറച്ച് പേടിയാണ്, ഇരുടാണ്. ഇരുടത്ത് ആർക്കായാലും പേടിയുണ്ട്. എത്ര മസിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പേടി ഉണ്ടാവൂലേ? അത് സീനായിരുന്നു. അപ്പൊ ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ഇത്രയും ഡാർക്ക് ആയപ്പോഴല്ലായിരുന്നു വന്നേ. അതുകൊണ്ട് നമ്മളെ കൂടെ വേറെ ആൾക്കാർ നമ്മള് കൂടെ കൂട്ടിയിട്ടുണ്ട്. വാ ഹായ് ബ്രോ, പേര് പറഞ്ഞേ? രാഹുൽ ഗൈസ്. ശരിക്കും വേറെ പേര് നമ്മൾ വിളിക്കല് റാക്സ് തൊട്ട് നമ്മൾ വിളിക്കല്. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. വേറൊരു ടീം ഓൺ ദ വേ ആണ് ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒറ്റക്ക് പോയാൽ ഭയങ്കര സീനായിട്ടുള്ളൊരു ഏരിയ ആണ്. ഒന്നും ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ പോയി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നമ്മളങ്ങനെ അവർ കൂടി എത്തിയിട്ട് നമ്മൾ ഉള്ളിലോട്ടേ പോവാണ്. അവർ വന്നിട്ട് നമ്മൾ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ സീന. ഓക്കെ, ചേട്ടന് പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പേടിയൊന്നും തോന്നില്ല. പിന്നെ ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ ഇതിന് ടൗൺ ഏരിയ, പക്ഷെ ഈ ഉള്ളിലോട്ട് വന്ന് ഇത്ര ഡാർക്ക് ആയപ്പോഴാ അത്രയും പേടി തോന്നില്ല. കാരണം നമ്മളിപ്പോ ഇത്രയും പേരുണ്ടല്ലോ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പേടി വലുതായിട്ട് എനിക്കും തോന്നുന്നില്ല. കയറിയിട്ട് ഞാൻ പറയാം, അതുകൊണ്ടാണ് ഇത്ര പേര് കൂട്ടി. ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ പേടി വരും, കാരണം മൊത്തം ലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട്. സെറ്റല്ലേ ടോമി? സെറ്റല്ലേ ഗൈസ്? ഈ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെ ഉണ്ട്, പക്ഷെ വീഡിയോയിൽ അങ്ങനെ കാണിച്ചില്ലായിരുന്നു, ഷൈ ആയിരുന്നു. പക്ഷെ പ്രാവശ്യം സീനില്ലല്ലോ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളെ ഫ്രണ്ട് വേറെ ടിജിൻ. പേടിയുണ്ടോ? ഇല്ല, ഇപ്പൊ ഇതുവരെ ഇല്ല. അപ്പൊ റെഡി, നമുക്ക് പോയാലോ ഉള്ളിലോട്ട്? കാരണം ഇനി ഇരുടാക്കണം. ഇപ്പൊ തന്നെ 10:30 ആയിട്ടോ. അപ്പൊ വേഗം ഉള്ളിൽ പോവാം. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഉള്ളിലോട്ട് പോവാണ്. വേറെ 2-3 പേരുണ്ട്, പക്ഷെ അവര് വീഡിയോയിൽ വരത്തില്ല കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടാവും അവരെല്ലാരും. ഒരു ഫ്ലാഷ് ഷൂട്ട് എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്. പോവാ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് അത്ര പേടി. പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് പേടിയാവും. ആംബ്രോയുടെ മസിലുള്ള ആൾക്കാർ മുമ്പോട്ട് വരട്ടെ. എല്ലാരും കൂടി എല്ലാരും ഫ്ലാഷ്. നീ ടോർച്ച് എടുത്തോ? ടോർച്ച് എടുക്ക് ഗൈസ്. നമ്മൾ ടോർച്ചായിട്ട് വന്ന് ടോർച്ച് എടുക്ക, അല്ലാതെ പോയാൽ ശരിയാവൂല. ഫ്ലാഷ് സെറ്റ് ആവൂല. എങ്ങാനും ബാറ്ററി തീരെ എന്ത് ചെയ്താല് പറ്റില്ല. ടോർച്ച് എടുക്ക്. പേടിക്കണ്ട, ഒരു ശബ്ദം ഇട്ട് ടിങ് 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 ടിങ്. അതെന്തെങ്കിലും ഐസ് മിഠായി പോകുന്നതായിരിക്കും. ടിങ് ടിങ്. ഇവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് ഇവിടെ ഒരു ലൈറ്റോ പരിസരത്ത് ഒരാൾക്കാരും ഇല്ല. അങ്ങനത്തെ സ്ഥലത്തോട്ടോ വന്നേ. ഇപ്പോൾ ഈ ടോർച്ചൊക്കെ കൊണ്ട് ഏതാ വെക്കരുത്. ടച്ചാണ് കേട്ടോ, സ്മാർട്ട് ടോർച്ചൊക്കെ ആണ്. കൊള്ളവാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടോർച്ച് ഇല്ലാത്ത കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. വെച്ചോ. എല്ലാവരും ഒരു കാര്യം പറയാ, എന്തുണ്ടായാലും എല്ലാരും ഒരുമിച്ച് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയാല് കാണത്തില്ല. എല്ലാരും ശ്രദ്ധിച്ച് നടന്നു വരിക. ബാക്കുള്ളവര് ശ്രദ്ധിക്കുക. ലൈറ്റ് ഇല്ലെങ്കിൽ ഫ്ലാഷ് അടിച്ചോളൂ. ഇല്ല, നീ കൂടെ എല്ലാവരും ഓരോരുത്തരും കൂടെ ഞാനാ പേടിപ്പിക്കാൻ നോക്കിയതായിരിക്കും. പാലമരം ഭയങ്കര നിശബ്ദത അല്ലേ? പാലമരം
മരത്തിലോട്ട് നോക്കാം, ഫ്രണ്ടിലോട്ട് സോറി, മരത്തിലൊന്നും ടോർച്ചടിക്കില്ലേ? എന്തിനാ വെറുതെ? ഞാൻ മിനിയാന്ന് കൂടി ഹൊറർ ഫിലിം കണ്ടിട്ടുണ്ട്. എന്റെ മോനതെ എന്താ ഫോണാ കാല് പോരുന്നെങ്കില. അതെന്താ സാധനം? അത് കുഴൽ കിണറിന്റെ ഇതാ. എല്ലാരും ഒരുമിച്ച് നടക്കുക പ്ലീസ്. ഓക്കെ, ഫ്രണ്ട് നടന്നു. നിങ്ങൾക്ക് ഫ്രണ്ട് നടക്കേ, കാണാതെ എനിക്ക് വയ്യ. മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഇതല്ലേ ഇവിടെ കേറാല്ലേ? ഇവിടെയാണ് കേറുന്നത്. ഇവിടെ കേറാ, കറിക്ക എന്നിട്ട് അവിടെ സൈഡിൽ നിക്ക്, പോവല്ലിട്ട് ആരും. എല്ലാവർക്കും ഒരുമിച്ച് പോ. നമ്മളങ്ങനെ ഈ ബിൽഡിംഗ് ആണ് കേറാ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് ആയി കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് വന്നിട്ട് ഒരുപാട് ഉള്ളിൽ വന്ന് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗ് കയറി നോക്കാം. ടോർച്ച് സീനാട്ടോ, ടോർച്ച് സീനാട്ടോ, സെറ്റ് ടോർച്ച്. ബാബാ ഈ ഏരിയ ഇല്ലേ ഫുള്ള് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഈ ഭാഗത്തിൽ അമ്പലം, പള്ളി എല്ലാം ഒഴിച്ചിട്ടതാ. അതെ അതെ, അടിച്ചിട്ടിരിക്കുകയാണ്. ഈ പരിസരത്ത് വന്നപ്പോ ശ്രദ്ധിച്ചു, ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ. ഓ, ഇതൊക്കെ തന്നെ പൊളിച്ചിട്ട്. അതെന്താ അതിന്റെ ഉള്ളിൽ എന്തോ ബക്കറ്റ് എന്തോ ഉണ്ടല്ലോ? അതിന്റെ ഉള്ളില് ബക്കറ്റ് എന്തോ ഉണ്ട്. ഇവിടെ നോക്കടാ. അല്ലല്ല, നമ്മളെ കൂടെ ഒരാളുണ്ടായിരുന്നു, ആ ബിഗ് ബ്രോ. അവിടെ അല്ല, ഒരു വലിയൊരു ചേട്ടന്റെ വീട്ടിൽ ഒറ്റ നിക്കല്ലേ, ആളെന്നല്ലേ, വേറെ ആരും അല്ലല്ലോ അല്ലേ? സൗണ്ട് മാറ്റി. എനിക്ക് ഫ്ലാഷ് അടിച്ചല്ലോ. എന്റെ ബാക്ക് ക്യാമറമാനെ പേടി. ഇപ്പൊ ക്യാമറമാന്റെ ബാക്കിൽ ആരും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പിടിക്കട്ടെ ഇനി കുറച്ച്, കാരണം തുറക്ക്. എന്താ അവിടെ ആരും കുളിച്ചതിന്റെ ആ ബാത്റൂമാണ്. കണ്ടോ സാധനം ഉണ്ടോ? എന്താ അതിന്റെ കോലം? എന്താ റൂം? എന്താണ് ആവോ ഇത്? ടോർച്ച് എന്തോ സീനട്ടോ. എന്താ എന്റെ ഫോൺ പോകല്ലേ? അവിടെ സംസാരിക്കുന്നല്ലോ. മിണ്ടല്ലേ. ലൈറ്റ് അടിച്ച് നോക്കിയാ നീ ടോർച്ച് ചുമ്മാ അടിക്കില്ലട്ടോ. സൗണ്ട് കേൾക്കണം. മുമ്പില് നടക്ക്. ഇതേതാ? ഇങ്ങോട്ടാ.
പേടിപ്പിക്കുന്നു. പാവം, ഞാൻ എന്ത് പറ്റി അറ്റാക്ക് വന്നാൽ എന്റെ അമ്മ കാണില്ല. എന്താ അവിടെ നടന്നേ? ചെറുതായിട്ട് പേടിച്ച്. അല്ലടാ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നില്ലടാ. അല്ലടാ ആൾക്കാർ താഴത്ത് ആ ബ്രോ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ അവിടെ. വേണ്ട 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 വേണ്ട. എന്താടാ വവ്വാലുമല്ലോ. ഞാൻ പേടിച്ചില്ലാതായി. എന്താ പിള്ളേരൊക്കെ കുത്തിവരച്ചിട്ടിരിക്കുവാ. ഗൈസ്, നമ്മള് വേറെ റൂമിലെ കിടന്നു. പക്ഷെ ഈ റൂമില് ആൾക്കാരുണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ട്. കാരണം മറ്റേ റൂമ് കേറിപ്പോ ഇങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് കുത്തിവരച്ചിട്ടിരിക്കുവോ. ഇവിടെ താമസ കൊച്ചിന്റെ പേരെന്തോന്ന് അറിയാവാ? എന്താ? ചിന്നു. പേരെഴുതി വെച്ചിരിക്കുന്നു. പിന്നെ പേര് കണ്ടില്ലേ? അതാ ഞാൻ നോക്കുന്നേ. എടാ പേര് നോക്കടാ. പക്ഷെ നമ്മള് വേറെ റൂമിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് പെയിന്റ് ആണോ ക്രയോൺ അറിയില്ല, പൊടിയാണ് ഫുള്ള്. ഇതെന്താ? എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നതേ 3 പേരായിരുന്നു തോന്നുന്നു, അല്ലേ? ഇതായിരിക്കും കൊച്ച്. ഇത് അമ്മയായിരിക്കും. പക്ഷെ അമ്മേനെ ശരി എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതെന്താ സാധനം? പട്ടി ശരിയായിരിക്കും. എന്താ അത്ര സൈലന്റ് ഇവിടെ? എന്റെ മേലൊക്കെ എന്തുണ്ടോ നോക്കിയ. എന്തേലും ഇവിടെ ഇതേപോലെ എന്തേലും. ഇതെന്താ? തൊടണ്ടല്ലേ? തൊടണ്ട. ഇതെന്താ? എന്ത് ഫോട്ടോ തോന്നി. ചിരി കണ്ടിട്ട് ഞാൻ പേടിയൊന്നും കൊണ്ടാറോ? ഇതെന്താ ഇങ്ങനൊക്കെ ചിരിക്കുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റാ? പൊട്ടിയാണല്ലോ ഗ്ലാസ്. ഗ്ലാസ് ഉണ്ട്. പയ്യ അങ്ങോട്ട് അപ്പുറത്ത് പോലും പോയല്ലോ. ഈ കൊച്ചെങ്ങാനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഈ കൊച്ചെങ്ങാനാണ് ഇവിടെ ഉണ്ടായിരുന്നത്? പക്ഷെ ഇത്രയും നേരം നമ്മള് റൂമിൽ പോയപ്പോ അങ്ങനെ ആര് താമസിച്ചൊരു ഇതൊന്നും കണ്ടില്ല അല്ലേ? എനിക്ക് അധികം പേടി എന്താ വെച്ചാല് ഈ ജനലെല്ലാം പൊട്ടി കിടന്നിങ്ങ് നോക്കുമ്പോഴോ പേടിയാവുന്നേ. പിന്നല്ല നമുക്കിവിടുന്ന് ഇറങ്ങാം. പേടിപ്പിക്കല്ലേ. നമ്മളിവിടെ ഓരോ റൂമും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഞാനൊരു ചലഞ്ച് തരട്ടെ. നമുക്കൊരു ഓജോ ബോർഡ് ഇവിടെ സെറ്റ് ചെയ്താലോ? കയ്യിൽ എന്തേലും കല്ല്. ഓജോ ബോർഡ് പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഇപ്പൊ എത്ര മണി? 11 കഴിഞ്ഞാ? 11 കഴിഞ്ഞ. പക്ഷെ ഞാൻ അത്രയും ഇതില് പറയുന്നത് എനിക്ക് ഇവരുണ്ടാണ്ട നല്ല പേടിയുണ്ട്. എനിക്ക് ബാക്കിൽ നിൽക്കാൻ കഴിയുന്നില്ല ആരില്ലെങ്കിൽ. ഓജോ ബോർഡ് സെറ്റ് ചെയ്യണോ? വോട്ട് എടുക്കാൻ നോക്കാം. ആർക്കൊക്കെ ഓജോ ബോർഡ് വേണോന്ന് പറയുന്നത്? വേണ്ട. അതിപ്പോ ആര് വേണ്ട പറഞ്ഞോണ്ടാണ് ടോമി വേണോന്ന് പറയുന്നത്. ഇത്രക്കേറെ ടോമി വിയർക്കുന്നുണ്ട് നല്ലോണം. വേണ്ട അല്ലേ?
പണി കിട്ടി കഴിഞ്ഞിട്ട് നമ്മള് മാത്രമേ ഉള്ളൂ ഇവിടെ. ആണല്ലേ? അപ്പൊ ഓജോ ബോർഡ് വേണ്ടെന്ന് പറയുന്നേ? അതെ, ഒരുപാട് വേണ്ട. വേണ്ട. ഓജോ ബോർഡ് വേണോ? വേണോ? വേണ്ട. വേണോ? കുഴപ്പമില്ല, വേണോ? എനിക്ക് ഓക്കെ. വേണോ? ഞാൻ പറയത്തില്ല കാര്യം, എനിക്ക് ഓക്കെ അല്ല. നമുക്ക് വേണം ജസ്റ്റ് ഒന്ന് സർക്കിള് വരച്ച് രസല്ലേ? കോയിനൊക്കെ സെറ്റ് ആക്കാം. ഇങ്ങനത്തെ സ്ഥലത്താണ് ആത്മാവുകൾ ഉണ്ടാവുക. സെറ്റ് ചെയ്യാ. ഞാൻ എത്ര ഇത് പറഞ്ഞു, എനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ ഇല്ലേന്ന് വിശ്വാസം ഉണ്ടോ ഇല്ലേ ഇത്ര ആൾക്കാരുണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഞാൻ ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോയിട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ ശരിയാണ്. ആരെന്നെ തോണ്ടിയേ? അതിനെ തോണ്ടല്ലേ പ്ലീസ്, പേടിയുണ്ട്. നിങ്ങൾ ഇത്ര ആൾക്കാരുണ്ടാണ്ട. ഓക്കെ, എന്താ ചെയ്യുന്നേ? കളിക്ക, ഒറ്റ മൈൻഡ്. പാ നോക്കി വെക്കാം. എന്താ ശബ്ദം കേൾക്കണ്ട? വാ നോക്കപ്പാ, നോക്കി വെക്കാ. പേടിക്കാം, നമുക്ക് ഓടുമെല്ലാം ഒരുമിച്ച് ഓടും. ഇന്ന നടുവിലാക്കി ഓടണം പ്ലീസ്. ശരിക്കും വരയ്ക്കാൻ പോവാൻ ബ്രോ, എനിക്ക് പേടിയാ. അപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് ഈ ബിൽഡിംഗ് നിന്ന് ഇറങ്ങാൻ വേറെ ബിൽഡിംഗ് ഉണ്ട് പോവാണ്. പക്ഷെ നമ്മൾ കൂടെ വന്ന ഒരു ബ്രോ താഴത്ത് നിൽക്കുകയാണ്. സത്യം എനിക്ക് എന്താ അറിയില്ല ബ്രോ അങ്ങ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരാൻ പേടിയാ. വേണ്ട 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 വേണ്ട. തമാശല്ലേ ഇത്? സീരിയസ് ആണ് ഇത്. സീരിയസ് തമാശക്കാര് കളിക്കണ്ട പറഞ്ഞില്ല. ഇതിപ്പോ എങ്ങോട്ടാ പോവാ? വഴി തെറ്റി. ഇങ്ങോട്ട് വാ. അങ്ങോട്ടാ വഴി. അല്ല, നമ്മളെ കൂടെ ഒരാളവിടെ. ടീച്ചറിനവിടെ ഞാൻ പറഞ്ഞു. സൗണ്ട് കാറിന്റെ കേക്ക് കൊണ്ടുവാ. എല്ലാരും ഇല്ല, ഒരുത്തം കൂടെ ഉണ്ടല്ലോ. വാ 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 വാ. ഇതെന്താ സൗണ്ട് കൂടി കൂടി വരുന്നത്? എന്തോ വീണതാ തോന്നുന്നു. കണ്ണിപ്പോയാ? അല്ലല്ല, കഴുത്തിൽ എന്തോ പിടിച്ച്. അതെന്റെ ചെരുപ്പ്. നീ പേടിക്ക. ഇത്ര പേടിയുള്ള ഓജോ ഞാൻ പറയട്ടെ, ആ ഡോർ അടഞ്ഞില്ലേ, അപ്പൊ സത്യം പറഞ്ഞ തമാശയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തമാശയായിട്ടാ തോന്നിയത്. അതെ. പക്ഷെ ഇത് നോക്കുമ്പോ തന്നെ അകത്തോട്ട് കേറി വരുമ്പോ തന്നെ എന്തായാലും ഒരു ചെറിയ സൗണ്ട് മൊത്തത്തിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയപ്പോ പിന്നെ ഒരു സേഫ്. ഓക്കെ, ഫുൾ അടിച്ച സ്ഥലം. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴല്ലേ, കാരണം പുറത്തിറങ്ങിയപ്പോ ചുറ്റും കാണാം നമുക്ക്.
എങ്ങോട്ടാ പോണ്ടേ? ഒരു ഇതില്ല. ആ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ ഫസ്റ്റ് ഓടി ഇറങ്ങി. നല്ലപോലെ ഡാർക്ക് അടിച്ചു. ഞാൻ അതുവരെ ഒരു ഇത്രയും ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ആൾക്കാർ പോയപ്പോ എനിക്ക് പേടിയായി. നിങ്ങൾക്ക് എങ്ങോട്ട് പോയാ പറഞ്ഞു എല്ലാരും ഒരുമിച്ച് നിക്കണോന്ന്. എല്ലാരും ഫോണെല്ലാം എടുത്ത് ഉള്ളിലൊന്നും വെച്ച് മറന്നില്ലല്ലോ. നല്ല ടെൻഷൻ അടിച്ചിട്ടാ ഇടിക്കുന്നു നെഞ്ചൊക്കെ. ഒറ്റയ്ക്ക് ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ഇവിടെ വരാൻ പറ്റത്തില്ല. ഒരിക്കലില്ല. അതില് ഞാൻ സമ്മതിച്ചു. ഓരോരുത്തരും ഇവിടെ ഓക്കെ കൂടെ ഇത്രയും ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാരും ഇവിടെ. ഇങ്ങോട്ട് മാത്രല്ല എങ്ങോട്ടും പോലും പക്ഷേ എനിക്ക് ഒരു പേടി എന്താ വെച്ചാല് നമ്മളെ കൂടെ വരാതെ ഒരാൾ ആ താഴത്ത് നിന്ന് ആ ബ്രോ ഓക്കെ ആണല്ലോ. എനിക്ക് എന്തൊരു അങ്ങനെ ഒറ്റ നിക്കുന്നവർക്കാണ് സീന വരിക. ഇപ്പൊ വന്ന് പക്ഷെ അതുവരെ എന്ത് ചെയ്യുന്ന ആളവിടെ ഒറ്റക്ക് ഇങ്ങനെ ഒറ്റക്ക് അതന്നൊരു എന്താ വരാ. അതുവരെ ഓക്കെ വന്നിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് നിന്നേ. ഞാൻ ഫസ്റ്റ് താഴെ വന്നു, നിങ്ങളെ കണ്ടില്ല. പക്ഷെ ആ ബ്രോ എപ്പോഴും കാണും. അല്ല ആ ബ്രോ ഇങ്ങ് ഒറ്റക്ക് നിക്കായിരുന്നു താഴത്ത്, ചുമ്മാ ഇങ്ങനെ സ്റ്റെപ്പിന്റെ അടി നിന്ന് വരുന്നില്ല. അപ്പൊ പക്ഷെ കാറിലെ വന്നില്ലല്ലോ. അപ്പൊ നമ്മളെ കൂടെ അല്ലേ വന്നത്. അതൊരപ്പോ ചുമ്മാ താഴത്ത് നിക്കാതെ എനിക്ക് മനസ്സിലായി ഒറ്റക്ക് എങ്ങനെ നിക്കാൻ. നീ കൊടു ഇരുട്ടത്ത് പേടിച്ച കൂടെ വരികയല്ലേ ചെയ്യാ. അല്ലെ കാറിലിരിക്കും. അവന് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ഒരു മടിയുണ്ടായിരുന്നു. പക്ഷെ അതാണ് അവിടെ നിന്നത്. പറഞ്ഞത് അപ്പൊ പേടിച്ചത് നമ്മളങ്ങ് ഉള്ളിലോട്ട് പോയില്ലേ, നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. ഒന്നും പറ്റില്ലല്ലോ. ഒറ്റ നിക്കാ പറഞ്ഞു. അതെ ഞാൻ പറഞ്ഞ എടാ അങ്ങനെ ഒറ്റ നിക്കുമ്പോഴാണ് സീന് വരിക. ഒറ്റ നിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. എനിക്ക് ആളവിടെ നിന്നപ്പോഴാണ് എനിക്ക് അധികം ബാഡ് അടിച്ചത്. എന്താ അങ്ങനെ പെട്ടെന്ന് അതുവരെ ഓക്കെ ക്യാമറയുടെ ബാക്ക് നിക്കുന്ന പറഞ്ഞത്. ബാക്ക് വന്നോട്ട് ക്യാമറ ഫുള്ളൊരു വീട്. പക്ഷെ പെട്ടെന്ന് ഞാൻ വരുന്നില്ല പറഞ്ഞു ഒറ്റ നിക്കില്ല അവിടെ. അതെനിക്ക് ഭയങ്കര നെഗടിച്ച്. അതുവരെ ഞാൻ നോക്കിയിരുന്നു. ഇപ്പൊ ആള് വന്നിട്ട് നമ്മളോട് സംസാരിക്കൊന്നും ചെയ്തില്ല. ആള് വേഗം പോയി. ഇപ്പൊ അവിടെ ആള് കാറിന്റെ അടുത്ത് പോയി. വൈ ദേഷ്യപ്പെട്ടിരിക്കുന്നവൻ അവൻ പോടാ ദേഷ്യപ്പെട്ട് ഞാൻ എവിടെ പോകുന്നു ഇല്ല പോവാന്ന് പറഞ്ഞു പോയി വന്നില്ല. ആ ഇതൊരു കുഴപ്പമില്ലായിരുന്നു. ദേഷ്യപ്പെട്ട് ഒറ്റ നിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും ആൾക്കാർ കൂടി വന്നെന്തോ ഒരു സീൻ ഉണ്ടാവാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് നിക്കാ പറഞ്ഞാല് നമ്മള് ശരിക്കും ആളെ കൂട്ടി കൊണ്ടുവരുന്നായിരുന്നു. പക്ഷെ ആളെ കണ്ടില്ല. ഞാൻ പറഞ്ഞേട്ടാ ചില സംഭവത്തിൽ ഇതേപോലെ ഒക്കെ പോയിട്ട് അത് ഉടനെ അറിയത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ റിയാക്ഷൻ വരുന്നത്. ഭാഗ്യം ഉടനെ തന്നെ ചിലപ്പോ നമ്മളിപ്പോ വീഡിയോ ആയിട്ട് തോന്നുന്നു, ചിലപ്പോ അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ഇത് കിട്ടണമെന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത്. അതാ പറഞ്ഞത് ഓജോ ബോർഡും കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. പക്ഷെ കളിക്കാനുള്ള പ്ലാൻ. പക്ഷേ നിങ്ങളെല്ലാരും പോയി ഒരു സൗണ്ട് കേട്ടപ്പോ എന്റെ ഇത് പോയി. പിന്നെ എനിക്ക് പറ്റിയില്ല നിക്കാന്. ഒരു വട്ടം പേടി വന്നാ പിന്നെ പേടിച്ചോണ്ട് വെക്കും. അങ്ങനെയാ ഇവിടെ പിന്നെ സീനില്ല. ഇതിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നപ്പോ ഒരു സീനില്ല. തലവേദന എടുക്കുന്നു പ്രാന്ത്. സീന് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ അവിടുന്ന് വിട്ടിട്ടോ. അവിടെ ഇങ്ങനെ നിന്നാ ശരിയാ. എനിക്ക് തലവേദന എടുക്കുന്ന ഒരുപാട് ആർപ്പുളി ഉണ്ടാക്കിട്ടുണ്ട്. എനിക്കുണ്ട്. എനിക്ക് അതാ കോഫി കുടിക്കാന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ എനിക്ക് കോഫി കുടിക്കാത്തതിന്റെ ആയിരിക്കും. അപ്പൊ നമ്മള് ജസ്റ്റ് കുറച്ച് ഡ്രൈവ് ചെയ്ത് വന്ന് ടീ എല്ലാരും കൂടി കുടിച്ച് എന്നിട്ട് പിരി. എന്താ കാര്യം പറ. ഓക്കെ ഒരു മിനിറ്റ് നോക്കട്ടെ. ഇവനെ എന്തോ പറയുന്ന വീട്ടിൽ പോവാന്ന് ഇരിക്കാന്നോ അവന് വയ്യാന്നൊക്കെ പറഞ്ഞു. മറ്റവൻ അവിടെ കിടന്ന് വെറുതെ ബഹളോ. മറ്റാളും ആളെ കണ്ടില്ലല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാനില്ല. വന്നൂടെ എന്താണ് നീ ടെൻഷൻ ആവണ്ട. അവിടെ അതൊന്നും ഇല്ല. ഇതൊക്കെ ചുമ്മാ തോന്നിയാ നിനക്ക്. നമ്മൾ ഇത്രയും പേരില്ലായിരുന്നു അവിടെ. ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എടാ അത് വേറെ വല്ല സൗണ്ട് വല്ലതും ആയിരിക്കോടാ. അതോർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെന്താണ്? അല്ല നമ്മള് കൊണ്ടുപോയതല്ലേ, നമ്മളെ കൂടെ വന്നല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പോകാനല്ലോ എല്ലാവർക്കും. എന്തേ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ? മറ്റേ ബ്രോ എവിടെ? വീടെടുക്കാൻ
അവൻ കാറിനകത്ത് ഇരിക്കുക ചായ കുടിക്കാൻ ചോദിച്ചിട്ട് വരുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു ആളോട് ഇങ്ങനത്തെ സ്ഥലത്തിനാണ് നമ്മൾ വീഡിയോക്ക് പോവാന്ന് പറഞ്ഞില്ലേ? പക്ഷെ അവൻ അതിനിടയ്ക്ക് അവനും ഇവനിപ്പോ എന്തോ വീട്ടിൽ പോണോന്നോ എന്തോ അത് പോ അത് പോ അത് പോ തിരിച്ചു പോണോന്നോ അറിയില്ല. എങ്ങോട്ട് നമ്മള് വീഡിയോ എടുത്ത സ്ഥലത്തോട്ട് അങ്ങോട്ട് തിരിച്ചു പോകണോ? അങ്ങോട്ട് തിരി. ഇവനെന്താ പറയുന്നത്? നിനക്കെന്താ പ്രശ്നം? അവൻ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു നിനക്ക അങ്ങോട്ട് എന്തിനാ ഇനി പോകുന്നു? അവിടെ പോണ്ട, അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് ഇനി പോകണ്ട. കോഫി വേണോ? അവിടുന്ന് ഇങ്ങനെ വെള്ളം ഒന്ന് മുഖം കഴിയാൻ റെഡിയാവും. വാ. ബ്രോഡേക്ക് ആദ്യം അവിടെ നിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു നഗ്ഗടിച്ചിട്ടാ, പക്കാ നഗ്ഗടിച്ച്. ആദ്യം അവനായിരുന്നു പ്രശ്നം. അതാണ് ഒരു പിടി. പിന്നെ നമ്മളെ കൂടെയുള്ള മറ്റേ ബ്രോ റാക്സൻ ബ്രോ പറഞ്ഞു ഇങ്ങനെ സീൻ ഉണ്ട്, പല സ്ഥലത്തും ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനത്തെ ഒരു അനുഭവം സ്റ്റോറി പറഞ്ഞില്ലായിരുന്നോ? വന്ന എല്ലാവർക്കും ഇപ്പൊ നഗടിച്ചിട്ടിരിക്കണേ. എന്തായാലും ഇത് സെറ്റ് ആക്കിട്ട് പോയാൽ മതി. എനിക്ക് പേടിയാവുന്ന്. ഇവിടുന്ന് പിന്നെ നമ്മളെല്ലാരും പിരിയാൻ പോവാണ് ഈ വീഡിയോ കഴിഞ്ഞാല്. അപ്പൊ ഒക്കെ റെഡി ആയിട്ട് പോയാൽ മതി. ഇത് റെഡി ആക്കി എന്നിട്ട് മതി. വാ എന്ത് അപ്പുറത്തെ ആ മറ്റേ വീട്ടിലോട്ട് പോകായിരുന്നു. ഏത് വീട്? അതിന്റെ അപ്പുറത്തെ വീടാ. ഏത് വീട്? ഇങ്ങോട്ട് വന്ന് പാടറിയത്തില്ല. അത് കൊള്ളായിരുന്നു. ആ നിനക്ക് ഇഷ്ടപ്പെടും. അത് നീ ഒരു കോഫി എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ച് റെഡിയോ? അതന്നെ ആള് ശരിയാവുന്നു. നീ അഭിനയിക്കില്ലല്ലോ, വീട്ടിൽ പോവാ അല്ലെങ്കിൽ ഭയങ്കര ഇല്ല വന്നേ ഇനി അങ്ങോട്ട് പോകണ്ട. പോവാ പോവാ. എന്തെന്ത് വേണമെന്ന് പോയിട്ട് വേണേ നാളെ നമുക്ക് പകല് വരാം. പകല് കൊണ്ടുവരാം. കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വേണം പോവാ. സംസാരിക്കുന്നു ഗൈസ്, എന്തെങ്ങനെ സംസാരിക്കുന്നത്? മറ്റാളവിടെ പോയി. അവൻ കാറില്ല, അവൻ വരില്ല. അവനില്ലെന്നേ, അവൻ ചുമ്മാ വണ്ടിക്കകത്തിരിക്കുകയാണ്. ബ്രോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് വണ്ടിക്കകത്തിരിക്കുകയാണ്. വേറെ പുറത്തോട്ടൊന്നും ഇറങ്ങണില്ല. ചായ കുടിക്കാൻ വിളിച്ചിട്ട് വരണമൊന്നുമില്ല. എന്താണ് ഇത്? നമ്മൾ ഫണ്ണിന് വേണ്ടി പോയതാണ്. എല്ലാരും ഫണ്ണിന് വേണ്ടി പോയത്. ഫണ്ണായിരുന്നു, തിരിച്ചു വരുമ്പോ അത്ര ഫണ്ണല്ല. ശരിയാ സീനാണ്. ഞാൻ പറഞ്ഞെന്താ ചെയ്യാ, നമുക്ക് ടൈമായി, 1 മണിയായി. നമ്മൾ വന്ന സ്ഥലം പറഞ്ഞു 1 മണി 2 മണിക്കൊക്കെ ഫുൾ ടൈം ഓണായി കിടക്കുന്ന ഒരു ടൈം ആട്ടിത്. ഇവിടെ അങ്ങനത്തെ സ്ഥലം, അവിടേക്ക് വന്നാണ് ആൾക്കാരുള്ള സ്ഥലത്തേ വന്നതാണ്. ഹലോ, ഫേസ് കാണിക്കുന്നില്ല. എന്താണ് സീൻ? എന്താണ് എന്താ കാര്യം? എന്താ ഈ മൈക്കൊന്ന് കൊടുത്ത് കേട്ടോ. എന്താണ് സീന്? ഫേസ് കാണിക്കുന്നില്ല. എന്താ സംഭവം? എന്താ സീനൊന്നുമില്ല, നമുക്ക് പോവാം. ഫേസ് കാണിക്കുന്നില്ല. നമ്മൾ എന്താ പ്രശ്നം ഒന്ന് പറയോ? പ്രശ്നമൊന്നുമില്ല, പോവാം. നേരത്തെ എന്തിനാ ഇരിക്കുന്നേ? അല്ല നീ എന്താ താഴ്ത്തുന്ന ബ്രോ? ചേട്ടൻ എന്താ താഴ്ത്തുന്നേ? എന്നത്തിന് പോവാം? നമുക്ക് പോയപ്പോ റൂമിൽ പോയപ്പോ പോവാം. ചേട്ടൻ എന്താ താഴ്ത്തുന്ന? എന്റെ മേലോട്ട് വരാഞ്ഞേ? ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമില്ല. എടാ അവൻ അവിടെ ഉണ്ട്. അവൻ ഇത് തന്നെ പറയുന്നത്. അത് പോവാ. അവൻ അങ്ങോട്ട് പോണോന്ന് പറയുന്നത്. അങ്ങോട്ട് എന്തിനാ പോന്നേ? എന്റെ മേലോട്ട് വരാഞ്ഞ ഈ പ്രശ്നമില്ലായിരുന്നു? പേടിച്ചില്ലോ താഴ്ത്തുന്നപ്പോ? പേടിയൊന്നുമില്ല, നമുക്ക് റൂമിൽ പോയപ്പോ പോവാം റൂമിൽ പോവാം. നമുക്കൊരു കോഫി ഒക്കെ കുടിച്ച് ഒന്ന് വെള്ളം മുഖമൊക്കെ ഒന്ന് കഴുകുന്നു. കണ്ണിന്റെ അവിടെയൊക്കെ സീനായിട്ടിരിക്കുന്നു. പോവാം. ടെൻഷൻ ആവട്ടെ. ഒന്ന് റെഡി ആയിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് പോവാം. സെറ്റായിട്ട് പോവാലോ. ആർക്കാ സെറ്റ് അല്ലാത്ത ഇവിടെ? ആമ്പ്രക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. എനിക്കും കുഴപ്പമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? കുഴപ്പം ആർക്കാ? ആള് ദേഷ്യക്കാരനാണോ? അല്ലല്ലോ. അല്ല ദേഷ്യക്കാരനല്ല, പക്ഷെ അവൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ഇല്ല അവൻ ഭയങ്കര ഞാൻ നോക്കാം. ആദ്യം ഞാൻ സംസാരിച്ചപ്പോ വീഡിയോ താല്പര്യം അങ്ങ് സംസാരിച്ചാൽ ഭയങ്കര കൂളായിട്ട് പറഞ്ഞില്ല. ഞാൻ വീഡിയോ നിൽക്ക് ബാക്ക് നിന്നോളാ, വരുന്നില്ല വീഡിയോയിലൊക്കെ പറഞ്ഞ ഓക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് മറ്റാളവിടെ പോയി. അവൻ വരുന്നില്ല. ഓ മൈ ഗോഡ്, ചെയ്യപ്പത് റെഡിയാ വെക്കില്ലേ? പിന്നല്ലാതെ ഇതെന്താ ആളൊറ്റവിടെ നിക്കുന്നേ ആയിരിക്കില്ലേ? നിങ്ങൾ പറ കേട്ടോ. നമ്മൾ 2 പേര് വേറെ വണ്ടിയിലാണ്. നിങ്ങൾ പറ എന്താ സംഭവം കേട്ടോ. പറയണേ, അപ്ഡേറ്റ് ചെയ്യണ കാര്യങ്ങള്. എന്താ സീനായാലും സീനാണ്. ഓക്കെ, അപ്പൊ ഗൈസ് കാണാം. പറ കേട്ടോ, നോക്കട്ടെ. ആളൊന്ന് കൂളാക്കട്ടോ, സീനാക്കല്ലേ. ഓക്കെ, ബൈ. പോവാ അപ്പൊ ഗൈസ് അവര് കാറിൽ പോയി. നമ്മളിതാ നമ്മളെ കാറിലും പോവാണ്.
ആ ബ്രോ ഓക്കെ ആണെന്ന് തോന്നുന്നു. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആളാണ്, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആരോടും ചൂടാത്തൊരു ആ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഭയങ്കര കൂളായിരുന്നു. അത് ഞാൻ നോക്കുന്നേ, ഒരു ഐഡിയ ഇല്ല. എന്തായാലും റൂമിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് സ്നേഹമാണ്. ചേട്ടാ എന്തെങ്കിലും വേണോ? ഫുഡ് ഉണ്ടാക്കി തരും. വേറൊന്നും സംസാരിക്കത്തില്ല. എന്ത് വേണം എന്ത് വേണം. ഇതിന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞ ചിന്തയിലൊക്കെ ഒറ്റയ്ക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ എനിക്ക് അത്ര അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല അങ്ങനെ. പക്ഷെ ഗൈസ്, നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും പോവരുത്. സത്യം പറയണേ, നമ്മളതുകൊണ്ടാണ് ഒരു 8 പേരെങ്കിലായി പോയത്. എന്നിട്ട് സീന് പുറത്തിറങ്ങിയ സീനായിട്ട് ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് പോകണ്ട. പക്ഷെ നമ്മളതൊന്നും പോകണ്ട വെച്ചാണ്. പേടി വന്ന അപ്പൊ ആരും ഇതൊന്നും ഇങ്ങനെ ഒന്നും കണ്ട് പോവാൻ നിൽക്കണ്ട. സീനാണ് അല്ലെ, ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ പറയാം. പക്ഷെ വേറെ ആരുണ്ടാവും തോന്നുന്നില്ല ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ. ഇവരിങ്ങനത്തെ വീഡിയോ ഇനി വേണ്ടെന്ന് പറഞ്ഞ കാരണം എല്ലാവർക്കും നെഗറ്റീവ് അടിച്ചു, ശരിക്കും ഞാനും. ഓക്കെ, സോ ഗൈസ്, വേറെ വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.